സ്ഥാനാർത്ഥികൾ മികച്ചവരാണെന്ന പരാമർശത്തിൽ മലക്കം മറിഞ്ഞ് LDF കൺവീനർ EP ജയരാജൻ. ഇടതുപക്ഷം നേരത്തെ തന്നെ പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് CAA ശക്തമായി എതിർത്തുകൊണ്ടിരിക്കുകയാണ്. അന്ന് ഞങ്ങൾ ഇതിൻ്റെ ആപത്ത് ചൂണ്ടിക്കാണിച്ചതാണ്. അപ്പം ഞങ്ങൾ പറഞ്ഞിരിക്കുന്ന കാര്യം വസ്തുതാപരമാണ്, സത്യസന്ധമാണെന്ന് പൂർണ്ണമായി ഇപ്പോൾ ജനങ്ങൾക്കെല്ലാം ബോധ്യപ്പെട്ടു. മറ്റൊരു പാർട്ടിയും ഈ കാര്യങ്ങളെ സംബന്ധിച്ച് ഞങ്ങളെടുത്തതുപോലെ നിലപാടെടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ മതന്യൂനപക്ഷങ്ങൾക്കും മറ്റ് ജനാധിപത്യവാദികൾക്കും മതനിരപേക്ഷത നിരവിഭാഗത്തിനും CPM-നെ കുറിച്ച് കൂടുതൽ ബഹുമാനവും CPM-ൽ വിശ്വാസവും ഉയർന്നു വരാൻ ഇടയാക്കുന്നുണ്ട്. എല്ലാ സ്ഥലത്തും BJP-യുടെ നല്ല സ്ഥാനാർത്ഥികൾ. അവരിപ്പോൾ തിരുവനന്തപുരത്ത് അവർ കേന്ദ്രമന്ത്രിയാണ്, ആറ്റിങ്ങൽ കേന്ദ്രമന്ത്രിയാണ് മത്സരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റു പല മണ്ഡലങ്ങളും എടുത്താൽ അത് തൃശ്ശൂരുണ്ട് സുരേഷ് ഗോപി അവിടെ ജയിച്ചു വരാനുള്ള സാധ്യതയൊന്നുമില്ല. അദ്ദേഹം തന്നെ സ്വമേധയാ ജനങ്ങളുടെ മുമ്പിൽ ചെറുതായിപ്പോയി. അദ്ദേഹത്തിൻ്റെ ഈ സിനിമയും രാഷ്ട്രീയവും രണ്ടാണ്. സിനിമയാണ് രാഷ്ട്രീയമെന്ന് ധരിച്ചു പോയാൽ അബദ്ധം വരും. അദ്ദേഹത്തിന് അങ്ങനെ ഒരു ധാരണ ഉണ്ടായി എന്നാണ് എനിക്ക് തോന്നുന്നത്. അവർ നിർത്തിയിരിക്കുന്ന പല സ്ഥാനാർത്ഥികളും അവരുടെ പ്രമുഖരായിട്ടുള്ളവരാണ്. ഈ കോഴിക്കോട് MD രമേശൻ. അപ്പോൾ അവർ ഇത്തരത്തിൽ സ്ഥാനാർത്ഥികളെ വെച്ച് മത്സരിക്കുന്നു. കോൺഗ്രസിൽ നിന്ന് കൂടുതൽ ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്നു. കോൺഗ്രസിലാണ് അവർ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നത്. കോൺഗ്രസിൻ്റെ നേതാക്കളാണെങ്കിൽ പടിപടിയായി പോകുന്നു. ഇപ്പോൾ രാഹുൽ ഗാന്ധിക്ക് കേരളത്തിന് പുറത്ത് എവിടെയെങ്കിലും പോയി മത്സരിക്കാൻ ധൈര്യമുണ്ടോ? വേണുഗോപാലൻ കോൺഗ്രസിൻ്റെ കേന്ദ്രത്തിൽ നിന്ന് പാർട്ടി നയിക്കേണ്ട ആൾ വന്നിട്ട് ഇവിടെ ഒരു പാർലമെൻറ്റ് സീറ്റിലേക്ക് വരികയില്ലേ? അപ്പോൾ എന്താ ഇതിന് മനസ്സിലാക്കേണ്ടത്? അവരുടെ ദേശീയ നേതൃത്വം ദുർബലമാകുകയാണ്. സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ആളുകൾ ഒഴുകി മറ്റു പാർട്ടികളിലേക്ക് പോവുകയാണ്. ഇങ്ങനെ വരുമ്പോൾ BJP ആകട്ടെ കേന്ദ്രഭരണം ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങൾക്ക് നേരെ യുദ്ധമാണ്. ആ BJP-യെ പ്രതിരോധിക്കാനും ഇന്ത്യയിൽ BJP ഭരണം അവസാനിപ്പിക്കാനും ഇടതുപക്ഷത്തിൻ്റെ ശക്തിയും കരുത്തും കൊണ്ട് വേണം നേടാൻ. അതുകൊണ്ട് കോൺഗ്രസിൻ്റെ പിന്നിൽ അണിനിരന്നവർ ഇടതുപക്ഷത്തെയാണ് സഹായിക്കേണ്ടത്. അതുകൊണ്ട് ഇടതുപക്ഷമാണ് ജയിക്കേണ്ടത്. ഇടതുപക്ഷം ജയിച്ചാൽ മാത്രമേ BJP-യെ പ്രതിരോധിക്കാൻ സാധിക്കൂ. BJP സ്ഥാനാർത്ഥികൾ മികച്ചതെന്ന് പറഞ്ഞത് ജാഗ്രത ഉണ്ടാക്കാനെന്ന് ജയരാജൻ വ്യക്തമാക്കി. BJP കേന്ദ്ര മന്ത്രിമാരെ മത്സരിപ്പിക്കുന്നത് പ്രതിച്ഛായ കൂട്ടാനാണ്. മത്സരം ആരൊക്കെ തമ്മിലെന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ല. BJP-യെ താഴോട്ട് കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത്. മത്സരം ആരൊക്കെ തമ്മിലെന്ന് പിണറായി വിജയൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് EP ജയരാജൻ വ്യക്തമാക്കി. KPCC ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസിനെയോ പത്മജ വേണുഗോപാലനെയോ തനിക്ക് അറിയില്ല എന്നാണ് ജയരാജൻ പറയുന്നത്. ഞാൻ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ മാത്രമേ നിങ്ങൾ ഈ പറയുന്ന രണ്ടാമത്തെ സ്ത്രീ എനിക്കറിഞ്ഞൂടാ. പത്മജ വേണുഗോപാലും കരുണാകരനും മുരളീധരനായിട്ടൊക്കെ എനിക്ക് നല്ല പരിചയം ബന്ധുവാണ്. അവരുടെ ശ്രീ കരുണാകരൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ അദ്ദേഹവുമായി അടുത്ത് ബന്ധം പുലർത്തിയിട്ടുള്ള ഒരാളാണ് ഞാൻ. ഞങ്ങളുടെ രണ്ട് രാഷ്ട്രീയത്തിലാണെങ്കിലും അങ്ങനെ ഞങ്ങൾ തമ്മിൽ സംസാരിക്കാറുണ്ട്. പത്മജയെ എന്നെ വന്ന് കാണുകയോ തെരഞ്ഞെടുപ്പ് കാലത്ത് എന്നെ വന്ന് കാണുകയോ പത്മജയോട് ഞാനെന്തെങ്കിലും പ്രത്യേകിച്ച് കാര്യങ്ങൾ പറയുകയോ ചെയ്തിട്ടില്ല. പക്ഷേ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരുപാട് ആളുകൾ ഞങ്ങളെ വന്ന് കണ്ടിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ പല നേതാക്കളും വന്ന് കണ്ടിട്ടുണ്ട്. ഇന്ന് കോൺഗ്രസിനകത്ത് അവിടെ ഇരിക്കുന്നവരും വന്ന് കണ്ടിട്ടുണ്ട്. ദീപ്തിയെ CPM-ലേക്ക് ക്ഷണിച്ചിട്ടില്ലെന്നും ജയരാജൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കേരളത്തിൽ BJP രണ്ടാം സ്ഥാനത്ത് വരുമെന്നും രാജീവ് ചന്ദ്രശേഖർ അടക്കം BJP സ്ഥാനാർത്ഥികൾ മികച്ചവരാണെന്നുമുള്ള EP ജയരാജന്റെ പരാമർശം വലിയ വിമർശനത്തിന് വഴിവെച്ചിരുന്നു. പരാമർശം ഏറ്റുപിടിച്ച പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കമുള്ള CPM കേരളത്തിൽ BJP-ക്ക് സ്പേസ് ഉണ്ടാക്കി കൊടുക്കുകയാണെന്ന് ആരോപിച്ചിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം പുരോഗമിക്കുന്ന സമയത്ത് മുന്നണി കൺവീനറുടെ പരാമർശം LDF-ന് തിരിച്ചടിയാകുമെന്ന് വാർത്തകൾ വന്നിരുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ടുമോറോ.